ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല. ഇത് യൂട്യൂബിലൂടെ മറ്റുള്ളവർ സഹായിക്കാൻ വേണ്ടിയിട്ട്, കുഴപ്പമുണ്ടോ? ഇല്ല. എന്താ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് ഞാനും ഹസ്ബൻഡും തമ്മിലുള്ള ഒരു ലൈഫില് കുറെ ചേഞ്ചിങ് വരുത്താനാണ്. ചേഞ്ചിങ് എന്ന് പറഞ്ഞാല് അവര് ഒരുപാട് പോസിറ്റീവ് എനർജി ഉള്ള ഒരാളാണ് ഹസ്ബൻഡ്. എനിക്ക് നെഗറ്റീവായിട്ട് എന്റെ ഹസ്ബൻഡിനെ ഞാൻ ലൈഫിൽ എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ ഭാഗത്ത് ഒന്നും പറയാനില്ല. പക്ഷെ എന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ വീഴ്ചകൾ വരുന്നുണ്ടോന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്റെ ഒരു പെരുമാറ്റ രീതിയില്. പക്ഷെ എന്നാലും എന്റെ ഹസ്ബൻഡ് അൽഹംദുലില്ലാ ഒന്നും കുറ്റപ്പെടുത്തിയിട്ടൊന്നും സംസാരിക്കൂല. പക്ഷെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു സംസാരത്തില് ചെറുതായിട്ടൊരിത് ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ഞാനത് ക്യാച്ച് ചെയ്യും. അത് ക്യാച്ച് ചെയ്യുന്ന പറഞ്ഞാല് എന്റെ ഒരു നെഗറ്റീവ് ഇതാവും അത്. പക്ഷെ ഞാനത് എന്റെ ഉള്ളിൽ നിന്ന് പോകൂല. എന്റെ മനസ്സിന് ഭയങ്കര വല്ലാതെ ഇതായി പോകും. കാരണം എന്താ വെച്ചാൽ അതിന് മാത്രമേ ഞാൻ അത്രയും സ്നേഹിക്കുന്ന ഒരാള് എന്നോട് അങ്ങനെ ഒന്നുമില്ലാത്ത പോലെ സംസാരിച്ചല്ലോ എന്ന് എനിക്ക് തോന്നും. പക്ഷെ അവരെ മനസ്സിൽ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് പറഞ്ഞതാവും. പക്ഷെ അങ്ങനെ വരുമ്പോ ഞാൻ എന്താ ചെയ്യാച്ചാല് എന്റെ മനസ്സിന്ന് ആ ഒരു പ്രയാസം നീങ്ങോളം ഞാന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടായാലും കോളിങ്ങിലായാലും ഞാനങ്ങനെ അതങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ റിപ്പീറ്റ് ഹസ്ബൻഡിനോടാ റിപ്പീറ്റ് ചെയ്യണത്? അല്ല, ഞങ്ങള് തമ്മില് ലൈഫിലുള്ള ഒരു ഇതും മൂന്നാമതൊരാൾ അറിയിക്കുന്ന ഒരാളല്ല കേട്ടോ ഞങ്ങള്. ഞങ്ങള് തമ്മിൽ മാത്രം, മോള് പോലും അറിയരുത്. നമ്മള് ഡിസ്കസ് ചെയ്യാം. നമ്മള് ഒരു വളരെ ചെറിയൊരു ടൈമല്ലേ ഒരു പിണക്കങ്ങൾ ഉണ്ടാവുള്ളൂ. അത് മൂന്നാമതൊരാളെ എടുത്തെത്തുമ്പം അതൊന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകും. പക്ഷെ നമ്മളിവിടെ തിരുത്തിയിട്ടുണ്ടാവും, നമ്മളെ ലൈഫില്. പക്ഷെ നമ്മൾ ആ ഒരു ഇതിൽ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സുകൾ വരുമല്ലോ നമ്മളെ പറ്റി. അതിനുള്ള ഒരു ഇട നമ്മള് വരുത്തലില്ല. പക്ഷെ എനിക്ക് ഈ ഒരു മെസ്സേജസ് എന്റെ ഹസ്ബൻഡിന് കൊടുക്കുമ്പോ തന്നെ എനിക്കറിയാം എന്റെ ഹസ്ബൻഡിന് ഇത് വിഷമിക്കും, പ്രയാസാവും എന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും എന്റെ എന്റെ മനസ്സ് ക്ലിയർ ആവണമെങ്കിൽ ഞാനത് ചെയ്യും. അപ്പൊ എന്നോട് പറയും, ഇജി എനിക്കിങ്ങനെ എഴുതി വിടുമ്പോൾ ഇതാക്കുമ്പോ എന്റെ മനസ്സിൽ എത്രത്തോളം പ്രയാസം വരുന്നുണ്ട് എന്നുള്ളത് ഇജി ചിന്തിക്കുന്നുണ്ടോന്ന് എന്നോട് ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല, നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ലേ അങ്ങനെ പറയും. ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ കോൾ ചെയ്തപ്പോ ഞാൻ പറഞ്ഞ സെൻസായിന്റെ ക്ലാസ് കേൾക്കാണ്ട് അവരൊക്കെ പറഞ്ഞ ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? മാറ്റങ്ങളൊക്കെ വരട്ടെ. വളരെ മതപരമായ അങ്ങനെയല്ല, മതപരമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒക്കെ ഹൈറാവട്ടെ എന്നൊക്കെ പറഞ്ഞു എന്നോട്. പക്ഷെ എനിക്കറിയാം എന്റെ ഭാഗത്താണ് 95 നേരത്തെ എന്റെ ഭാഗത്തുനിന്നാണ് ഇത് എന്നുള്ളത് എനിക്കറിയാം. അവരെ പറ്റി ഞാൻ പറയും, എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ ഫീലിംഗ് ലക്കി. നല്ലൊരു ഇതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടാൻ ഭാഗ്യല്ലേ? അൽഹംദുലില്ലാ വളരെ ഭാഗ്യം. അങ്ങനത്തെ ഒരു വ്യക്തിനെ നമ്മളൊരു വാക്ക് കൊണ്ട് പറയുമ്പോൾ അവർക്ക് എത്ര വിഷമമുണ്ടോ നിങ്ങൾക്ക് അറിയാവോ? അതൊന്നും എനിക്കറിയാം സെൻസായി. ഇപ്പൊ പക്ഷെ എന്റെ ഹസ്ബൻഡിനോട് മാത്രമല്ല എനിക്ക് ആ പ്രയാസങ്ങള്, ആ ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് പറയാം. പക്ഷെ പുറത്ത് രണ്ടാമതൊരാളോട് പറയുമ്പോൾ അത് എന്റെ ഹസ്ബൻഡിനെ പറ്റി ആര് നെഗറ്റീവായിട്ട് സംസാരിച്ചാലും ഞാൻ വളരെ വളരെ പോസിറ്റീവായിട്ട് എന്റെ ഹസ്ബൻഡിനെ എന്റെ ലൈഫിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഒരാളോട് പോലും എന്റെ ഹസ്ബൻഡ് അത്രയും എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യാണ്, എന്റെ മോളൊരു ഭാഗ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി. 14 വയസ്സായ മോളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളെ ചെറിയ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് അത് വലിയൊരു മുറിവായിരിക്കും അതാണ് അല്ലേ? അപ്പൊ നിങ്ങളെ ഹസ്ബൻഡ് നല്ലൊരു മനുഷ്യനായ കാരണം ഒന്നും പറയാതിരിക്കണത്. വളരെ നല്ല മനുഷ്യനാണ്. ഇങ്ങനത്തെ ക്ലാസ്സുകളും കാര്യങ്ങളും കേട്ടിട്ട് അപ്പൊ എന്നോട് പറഞ്ഞെന്തറിയാം, സൈലന്റ് ആയിട്ട് അതിനെന്തോ ഒരു ഇത് പറയും എന്നോട്. അപ്പൊ നമ്മള് ഇപ്പം അങ്ങനെ മനസ്സിന് ഒരു മൗനം കൊണ്ട് കീഴടങ്ങുക എന്ന് പറയല്ലോ. അങ്ങനെ കുറെ ഇങ്ങനെ മെസ്സേജ് അത് ചെയ്യണ ശരിയാണോ? ഞാൻ അഡ്വൈസ് ചെയ്യാൻ നിൽക്കണില്ല ഇവിടെ. ഞാൻ അഡ്വൈസ് ഒരിക്കലും ഇത് എത്ര വർഷമായിട്ട് ഇങ്ങനെ തുടങ്ങണ്ട്? അത് വർഷമായിട്ട് ഞാനിപ്പോ എന്റെ ഒരു സീക്രട്ട് ഞാൻ പറയാണ്. എനിക്കൊരു സെക്കൻഡ് മാരേജ് ആണ്. എനിക്ക് എന്റെ മോള് അവരെ ലൈഫിലേക്ക് ചേർത്തിയതാണ്. ഒരു വർഷമായിട്ടുള്ളൂ. ഞാന്
ഇങ്ങനെ ഞങ്ങള് ലൈഫിൽ ഒരുമിച്ചിട്ട് 1 വർഷമായിട്ടുള്ളൂ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടോ നിങ്ങള്? ആ 1 വർഷമായിട്ടുള്ളൂ. എനിക്കൊരു 14 വയസ്സ് മോളുണ്ട്. 14 വയസ്സുള്ള കുട്ടി അവർക്കുള്ള അല്ല അത് കുട്ടിയാണ്? അത് ഫസ്റ്റ് മാരേജിൽ ഉണ്ടായിരുന്നു. അവർക്കുള്ള കുട്ടിയല്ലേ? ഡിവേഴ്സ് ആയിട്ട് ആ. അല്ലല്ല. ഏ. പക്ഷെ അതിന് മോളെ അക്സെപ്റ്റ് ചെയ്തതാണ്. ഒരു മോളെ അങ്ങനെ ആ ഒരു ഇതില് ഉം. ഇനി മോളെയും കൂടി ചേർത്ത് നിർത്തിയതാണ് അവര്. കൂടെ ഇത് ചെയ്തതാണ്. ഓക്കെ, പക്ഷെ ഗ്രേറ്റ്. മോക്ക് ഭയങ്കര വളരെ പോസിറ്റീവ്. മോളെന്നെ എന്നോട് പറയും, ഉം. "മിസ് നിങ്ങൾ എന്തിനാണ് ഇപ്പച്ചിക്ക് ഇങ്ങനെ മെസ്സേജ് വിടുന്നത്? ഇപ്പച്ചിന്റെ മനസ്സ് ഇപ്പച്ചി പാവാണ്. ഓക്ക് ഇന്നലേറെ ഇതാണ് ഇപ്പാന്ന് വെച്ച് ഇപ്പാന്നാണ് ഉം. ഭയങ്കര ഇതാണ്. പക്ഷെ എനിക്കറിയാം ഞാൻ ചെയ്യണത്. അപ്പൊ എനിക്കത് ഒരു തിരുത്തല് വേണം. അത് അത് ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ തിരുത്തൽ 0 to 10 നിങ്ങൾക്ക് എത്ര ഉറപ്പം തിരുത്തിയേ മതിയാവും എന്നുള്ളത്? 0 എന്ന് വെച്ചാൽ തിരുത്തണ്ട ഓ ഇതേപോലെ 10 പോട്ടെ. 10 10 അപ്പൊ 10. നിങ്ങൾ പറയാം കാരണം എനിക്ക് അങ്ങനെ ഒരു ഹസ്ബൻഡ് ആണ് എന്റെ കൂടെ എന്റെ ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞ അത്ര എന്റെ ലൈഫിൽ എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞു ഐ ആം ഫീലിംഗ് ലക്കി എന്ന് പറഞ്ഞില്ലേ നേരത്തെ. അത് കൊണ്ട് നഷ്ടപ്പെടുത്തരുത് കേട്ടോ. അത് അതന്നെ. അത് കാരണം ഈ ഒരു ഭാഗ്യമുള്ള ആൾക്കാർ വളരെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് നിങ്ങളെ അതാണ്. മകൾക്ക് ഇങ്ങനത്തെ ഒരു പിച്ചിനൊന്നും ഓ പറഞ്ഞല്ലേ. അത് ഭയങ്കര ഓളെന്നെ പറയാ. കാരണം ഓളൊരു ഇത് എന്താ വെച്ചാല് നമുക്ക് ലൈഫിലേക്ക് ഇനി വരുന്നത് വളരെ ദീനിയായിട്ട് നല്ലൊരാളാവണം. ഉം. ക്യാഷിനെല്ലാം ഓള് ഇമ്പോർട്ടന്റ് കൊടുക്കും. വളരെ അങ്ങനെ നല്ലൊരു പക്ഷെ നമ്മളെ നല്ലൊരു പ്രാർത്ഥനയ്ക്ക് മനുഷ്യനാവണം, റബ്ബ് നല്ലൊരു തന്നൊരു മനുഷ്യനാവണം ഉത്തരം. എന്നുള്ള രീതിയിൽ നല്ലൊരു അതാണ്. പിതാവാവണം, പ്രാർത്ഥനയ്ക്ക് നല്ലതാണ്. റബ്ബ് തന്നൊരു ഉത്തരാണ്. അപ്പോൾ അത് നിങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ചെയ്യാൻ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പുള്ളി എന്താ പറഞ്ഞത്? സൈലൻസിന് എന്തോ പറഞ്ഞല്ലോ. ഫുള്ളി സൈലന്റ് ആയിട്ട് അത് പറഞ്ഞ മൗനം കൊണ്ട് മനസ്സ് വേദനിക്കുമ്പോൾ അത് അങ്ങനെ മൗനം ഞാൻ കൊണ്ട് ചോദിക്കുന്നത്, നേരിടാന്ന് പറയുമല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അടുത്ത പ്രാവശ്യം എനിക്ക് അങ്ങനെ ഇല്ല. ചെയ്യാൻ പറ്റണോ? അതിനുള്ളൊരു പറ്റണം. സൊല്യൂഷൻ ആണ് വേണ്ടത്. നിങ്ങൾ ഈ പറ്റണം. കല്യാണത്തിന് മുമ്പ് ഇതേപോലെ തന്നെ ആയിരുന്നോ? അല്ലല്ല അങ്ങനല്ല. ഉം. അങ്ങനല്ല. ഇതിപ്പോ ഞാൻ ആവാൻ കാരണം ഞാൻ കൂടുതൽ ആ മനുഷ്യനിൽ അഡിക്റ്റ് ആയ ഒരാളാണ്. ആ ഒരു സ്നേഹത്തിന് കാരണം എന്റെ ലൈഫില് ഉം. എനിക്ക് കിട്ടിയ ഒരു 13 വർഷത്തെ ഇടവേളയ്ക്ക് ഞാൻ ഒറ്റയ്ക്കുള്ള ഞാനും മോളും മാത്രമല്ല ലൈഫിന് ശേഷം കിട്ടിയ എനിക്കൊരു ലൈഫാ. അപ്പൊ ഞാൻ ആ മനുഷ്യനെ അത്രത്തോളം ഞാൻ ചേർത്ത് നിർത്തിയതാണ്. അപ്പൊ ആ ഒരു ഭാഗത്തുനിന്ന് വാക്കുകൊണ്ട് വരുന്ന ചെറിയൊരു ഇത് പോലും എന്റെ മനസ്സിന് മുറിവേൽപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രയാസം തീരെ പക്ഷെ ഞാൻ രണ്ടാമതൊരാളെ അടുത്തേക്ക് ഇത് നിങ്ങൾ കൊടുക്കലില്ല. വാട്സപ്പിൽ അയക്കില്ല? അല്ല മെസ്സേജ് എങ്ങനെ വിടും നിങ്ങൾ പാരഗ്രാഫ്. വാട്സപ്പിലല്ലേ? വാട്സാപ്പിൽ ഇങ്ങനെ ഫോൺ സംസാരിക്കും വിളിക്കുമ്പോ അല്ല, സംസാരിക്കുമ്പോ ഒന്നും പറയില്ലട്ടോ. ആ, ഏ അല്ല, ഇത് അതെനിക്ക് കഴിയൂല. വാട്സപ്പിൽ മെസ്സേജ് ഇങ്ങനെ അയക്കും നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട്? മെസ്സേജ് ശരി, അങ്ങനെ അയക്കും. ഓക്കെ അതന്നെ. ഓക്കെ 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 വെയിറ്റ്. അപ്പം നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഓ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ സമാധാനം ഉണ്ടോ? മെസ്സേജ് എന്റെ മനസ്സിന്ന് ആ ഭാരാണ്ട് ഇറക്കി വെച്ചപ്പോൾ തോന്നും. ഉറപ്പല്ലേ? പക്ഷെ 100% അങ്ങനെ തോന്നണേ. ഇപ്പൊ നിങ്ങൾ കണ്ണു പൂട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡ് അവിടെ നിൽക്കണ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒന്ന് ഇത് ചെയ്യാൻ പറ്റുമോ? വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഉറപ്പല്ലേ? ഉണ്ട്. ഓക്കെ, നിങ്ങളൊരു മെസ്സേജ് അയക്കുന്നു വിചാരിക്കാം. ആ മെസ്സേജ് അദ്ദേഹം വായിക്കണ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളൊരു ഉണ്ട് മെസ്സേജ് ഉണ്ട്. അയക്കാന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. അടുത്ത പ്രാവശ്യം ഇത് സംഭവിക്കുമ്പോൾ മെസ്സേജ് അയക്കണം. ഓ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കണം. ചെയ്യാൻ പറ്റുമോ? പക്ഷെ ആ മെസ്സേജ് നിങ്ങൾക്ക് തന്നെയാണ് അയക്കേണ്ടത്. നിങ്ങൾക്ക് തന്നെ മെസ്സേജ് അയക്കാൻ പറ്റും. ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. അത് മനസ്സിൽ കാണാൻ അദ്ദേഹം കാണുന്ന പോലെ കാണാം. പക്ഷെ മെസ്സേജ് അയക്കണം നിങ്ങൾക്ക് തന്നെ ചെയ്യണം. അത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്കാണ് ഞാൻ വേണല്ലോ. പറഞ്ഞത്. ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പറ്റും കാരണം പറ്റും ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത്. അല്ലെ? പുള്ളി വായിക്കണ്ടോ അപ്പോഴാണ് ഇല്ല? മനസ്സിന് പ്രയാസം. കാരണം പുള്ളി അദ്ദേഹത്തിന് റെസ്പോണ്ട് ചെയ്യണില്ല. കാരണം അദ്ദേഹം സൈലൻസിലുള്ള ഒരു വ്യക്തിയാണ്, നല്ലൊരു മനുഷ്യനാണ്. മനുഷ്യനാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ മെസ്സേജ് അയച്ചോളൂ, അത് അവിടെ തീരട്ടെ, അതോടെ അവര് തീരട്ടെ. സൗണ്ട് കേൾക്കുമ്പോൾ അവരോട് നേരിട്ട് സംസാരിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ എനിക്കൊന്നും ഇതാക്കാൻ കഴിയില്ല, അപ്പൊ നിങ്ങൾ പറയാൻ കഴിയില്ല. എക്സാക്ട്ലി കറക്റ്റ്. അപ്പൊ അവിടെ മെസ്സേജിങ് ആണ് ഏറ്റവും വലിയ ഒരു ഇത്. നിങ്ങൾക്ക് അതിലാണ് സമാധാനം. ചിലർക്ക് മരുന്ന് കിട്ടുന്ന പോലെ, ചിലർക്ക് കിടന്ന് ഉറങ്ങണത് പോലെ, ചിലർക്ക് ഡ്രഗ് അഡിക്ഷൻ കിട്ടണ പോലെ. നിങ്ങളെ അഡിക്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം. അത് സ്റ്റാർട്ടിങ്ങില് അങ്ങനെ തന്നെയാണ്. ചെറിയൊരു വിട്ട് നിൽക്കുമ്പോൾ എനിക്ക് പ്രയാസം വരുമ്പോ നിങ്ങൾക്ക് തന്നെ മെസ്സേജ് അയക്കുന്ന രീതി അറിയാവോ? അതറിയാം. മൈ അറിയാലോ. നമ്പറിലേക്ക് വരും. ഉറപ്പല്ലേ? നാളെ ഉറപ്പ്. മുതൽ അത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. എന്തെങ്കിലും ഇങ്ങനെ ഇഷ്യൂസ് എന്തെങ്കിലും ഈ വരുമ്പോ ഇഷ്യൂസ് അതേപോലെ നിങ്ങൾ എങ്ങനെയാണ് ഹസ്ബൻഡിനോട് സംസാരിക്കുക അതേപോലെ നിങ്ങൾക്ക് തന്നെ അയക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഉറപ്പല്ലേ? ഉറപ്പാണ്. നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയണ്ട, അറിയും വേണ്ട, പേര് അറിയണ്ട, നാട് അറിയണ്ട, ഒന്നും അറിയണ്ട. പക്ഷെ നിങ്ങൾ ഈ സംസാരത്തിന് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറയട്ടെ,
ആ പറയ്. നിങ്ങൾ ദൈവത്തിൽ ഭയങ്കര വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. 100%. അപ്പൊ ഈ ഒരു എന്നോട് പറയണത് ആ ആ ഒരു സത്യപ്രതിജ്ഞ കൂടെയാണ് പറഞ്ഞത്. ആയിക്കോട്ടെ. 100%. എനിക്കിതിന്നൊരു ഇത് വേണല്ലോ. എന്റെ അത് ഹസ്ബൻഡിന്റെ ഉറപ്പാണോ? മനസ്സിക്ക് അത് വിഷമിക്കാൻ ഉറപ്പാണോ? പാടില്ല. അത് ഉറപ്പാണോ? 100%. എനിക്ക് ഓക്കെ. തന്നെ പ്രയാസം ഉണ്ടാകാനുണ്ട്. അതിന്റെ ഒരു സ്നേഹത്തിന്റെ മുമ്പില് ഉം. എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെ, നല്ല അതായത് മനുഷ്യനാണ്. അപ്പൊ നിങ്ങൾ ഇനി ഒരു വാക്കുകൊണ്ട് പോലും എനിക്ക് മുറിപ്പെടുത്താൻ പാടില്ല എന്നുള്ള ആ ഒരു പാടില്ല, ഇത് എനിക്ക് ഉള്ളിലുണ്ട്. പാടില്ല, പാടില്ല, ആ, തെറ്റാണ്. അതിന് നല്ല വഴി എന്തും ഞാൻ സ്വീകരിക്കും. ഓക്കെ. അപ്പം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ക്രിയേറ്ററിന്റെ മനസ്സിൽ കണ്ടിട്ട് പറയാ, ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല, ഞാൻ മെസ്സേജ് അയക്കും, എനിക്ക് തന്നെ അയച്ചിട്ട് അതിൽ എനിക്ക് ഞാൻ സമാധാനം കണ്ടെത്തും. അത് പറയാൻ പറ്റും നിങ്ങൾക്ക്? 100%. അത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? അത് ചെയ്യും. ഇനി അങ്ങനെ ഒരു ഇത് ഒരിക്കലും, വരുമ്പോ ഞാൻ എനിക്ക് തന്നെ മെസ്സേജ് അങ്ങനെ വിടാം. എക്സാക്ട്ലി കറക്റ്റ്, ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു വാക്കോ ഒരിക്കലും അങ്ങനെ പറയില്ല. ഉറപ്പല്ലേ? 100%. ഇൻഷാ അല്ലാ. ക്ലാരിറ്റി കിട്ടിയോ? 100%. ഇൻഷാ ഹാപ്പിയാണോ? അല്ലാ. ഹാപ്പിയാണ്. എനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമോ? ഓ 100%. നിങ്ങളെ ക്ലാസ് ഒരുപാട് ഫാമിലിക്ക് ഉപകാരമാണല്ലോ. ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണല്ലോ. താങ്ക് യു, നല്ലതായിട്ട് താങ്ക് യു ഇരിക്കും വെരി മച്ച്, താങ്ക് യു വെരി, താങ്ക് യു, താങ്ക്സ് എ ഓക്കെ. ലോട്ട്. താങ്ക് യു.